നമ്മുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനുമില്ലാതെ വാപ്പയും ഉമ്മയും മക്കളും ഗ്രാൻഡ് പാരൻസും ഒക്കെ ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന പ്രായമായവരെയും ശിശുക്കളെയും ഒക്കെ അവർക്കൊരു സംരക്ഷണം നൽകുന്ന അർത്ഥത്തിൽ കുടുംബം എന്നുള്ളത് ഒരു വിമർശന വിധേയമായ വസ്തുവായിരുന്നില്ല. എന്നാൽ ഇന്ന് കുടുംബം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് നാം. കുടുംബം യഥാർത്ഥത്തിൽ സ്ത്രീയെ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ? സ്ത്രീ എന്ന രീതിയിൽ, ഭാര്യ എന്ന രീതിയിൽ കുടുംബത്തിൽ അവൾ ഒരുപാട് അനീതിക്കിരയാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ആ അനീതിയിൽ നിന്ന് അവൾക്ക് സ്വാതന്ത്ര്യം നേടുന്നത് കുടുംബം തകർത്തുകൊണ്ടാവേണ്ടതുണ്ടോ? ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്നതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു നിലവിൽ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വീടിന് തീ കൊളുത്താമെന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടാണ് അധികവും നടക്കുന്ന ഡിബേറ്റ്. എന്ന് പറഞ്ഞാൽ കുടുംബം അവൾ അനുഭവിക്കുന്ന അവൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവളോട് കാണിക്കുന്ന അനീതികൾ, ഇത് പലപ്പോഴും ചിലപ്പോൾ മതവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് പറയാറുണ്ട്, പലപ്പോഴും അത് മതവുമായിട്ട് ഇണക്കി പറയാറുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സ്ത്രീ, പ്രത്യേകിച്ച് ഇസ്ലാം എന്നത് കുടുംബത്തിനെ കുറിച്ച് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആയത്താണ്, ഇതൊരു ദൃഷ്ടാന്തമാണ്, ഇത് ദൈവിക സ്ഥാപനമാണ്, ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, അള്ളാഹുവാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ, അതിൻ്റെ വ്യവസ്ഥകൾ, അതിലെ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ, അതിൽ പാലിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും വളരെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ സുന്നത്തിലും കൃത്യമായിട്ട് ഓരോ അനക്കങ്ങളിലും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ശരിക്കും ഇത് ചർച്ചയ്ക്ക് വിധേയമാവണം. എവിടെയാണ് കുടുംബം എന്നത് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മളതിനെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ചില ഏരിയകൾ കൃത്യമായിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ലിബറൽ വാദങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ കുടുംബം എന്ന സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഉയർത്തേണ്ടത്? അത് എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു. റുക്സാന്ത് പറഞ്ഞ പോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളിലും എപ്പോഴും ലിബറലിസം ആണ് പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുന്നത്. ഒരു ആംഗിളിൽ അതിൽ നമുക്ക് ലിബറലിസം പ്രതിസ്ഥാനത്തുണ്ട് എന്ന് തന്നെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തോടുള്ളൊരു വൈമുഖ്യം, അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തോടുള്ള വൈമുഖ്യം, ഇതിനൊക്കെ റീസൺ ലിബറലിസം അല്ലെങ്കിൽ ലിബറൽ മൂല്യങ്ങൾ മാത്രമാണോ എന്നുള്ളതും കൃത്യമായി അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇസ്ലാമിക കുടുംബ സങ്കല്പം എന്ന രീതിയിൽ പുലർത്തിപ്പോരുന്ന കുടുംബ സംവിധാനങ്ങൾക്കകത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബസങ്കല്പം തന്നെയാണോ നിലനിൽക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ധാരണയിലാണ് ഇസ്ലാമിക സങ്കല്പത്തിലെ കുടുംബം ഇങ്ങനെയാണ്, അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു മുൻവിധിയിലൂടെ കൂടിയാണ് പലപ്പോഴും ആളുകൾ ഇസ്ലാമിലെ സ്ത്രീ ഒരു വളരെ രേഖീയമാക്കപ്പെട്ട അടക്കവും ഒതുക്കമുള്ളൊരു സ്ത്രീയാണ്, അവൾ പുരുഷൻ്റെ അടിമയാണ്, പുരുഷ കേന്ദ്രീകൃതമായൊരു സങ്കല്പത്തിനകത്ത് അവൾ അടിമയാണ് എന്നുള്ള നരേഷനൊക്കെ എളുപ്പത്തിൽ സ്ഥാപിക്കുവാൻ, അറിവിലൂടെ എളുപ്പത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്നത്. ലിബറലിസം യഥാർത്ഥത്തിൽ ലിബറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഏറ്റവും മൗലികമായ അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ലിബറലിസം വളരെ എക്സ്ട്രീമായിട്ടുള്ള, വളരെ ആത്യന്തികവാദം പറഞ്ഞു വെക്കുന്ന ഒന്നാണ്. ഇൻഡിവിജ്വലിസം, വ്യക്തി കേന്ദ്രീകൃതമായ, പരിപൂർണമായും വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാധനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു എക്സ്ട്രീമിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയ്ക്ക് കുടുംബം പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ കുടുംബം അതിൻ്റെ ശത്രുവായി മാറുമെന്നുള്ള. കാരണം അവർ ഇൻഡിവിജ്വലിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇൻഡിവിജ്വലിസമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, വ്യക്തിയുടെ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു വെക്കുന്നത്. ലിബറലിസം ശരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു അധികാര വ്യവസ്ഥിതിയാണ്. പറഞ്ഞു വരുമ്പോൾ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് വർത്തിക്കുന്നത് ഒരു അധികാര വ്യവസ്ഥിതിയായിട്ടാണ്. അതുകൊണ്ടാണ് ലിബറലിസത്തിന് ഹിജാബ് പ്രശ്നമാകുന്നത്, ലിബറലിസത്തിന് വൈവാഹിക ജീവിതം പ്രശ്നമാകുന്നത്, കുടുംബജീവിതം പ്രശ്നമാകുന്നത്, മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം പ്രശ്നമാകുന്നത്. ഇതൊക്കെ പ്രശ്നവൽക്കരിക്കാൻ അതൊരു അധികാര വ്യവസ്ഥിതിയായി, ഒരു അധികാര സ്വഭാവത്തിൽ അത് വർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ വ്യക്തിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുക്കുമ്പം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും എക്സിസ്റ്റ് ചെയ്യൂല, അല്ലേ? കുടുംബം എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്.
അപ്പം വ്യക്തികളുടെ, അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞ് നിലനിൽക്കുക. അവിടെ സ്ത്രീ മാത്രമല്ല കോംപ്രമൈസ് ചെയ്യണത്, ഏതൊരു സാമൂഹിക സ്ഥാപനങ്ങളും നിലനിൽക്കേണ്ടത് പോലെ തന്നെയാണ് കുടുംബവും നിലനിൽക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിനോടും ബാധ്യതയില്ലാത്ത, അവരോട് ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ടതില്ലാത്ത, വെറും സ്വന്തം സുഖം അല്ലെങ്കിൽ സ്വന്തം സ്വാതന്ത്ര്യം എന്ന് മാത്രമുള്ള ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം മനുഷ്യരെ വാർത്തെടുക്കപ്പെടുന്നതും ഈ ഒരു കുടുംബ തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് മാറുന്നില്ലേ? കുടുംബ സംവിധാനത്തിന് മകത്ത് മാത്രമല്ലല്ലോ ഈ ഒരു ഫ്രെയിം വർക്ക് വരുന്നത്, അല്ലെങ്കിൽ അധികാര പരിമിതി വരുന്നതും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും ഇത്തരം അധികാര പരിമിതികളും പിന്നെ നിയന്ത്രണങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു വാദം പ്രാവർത്തികമാക്കാൻ മറ്റൊരു സംവിധാനങ്ങൾക്കും കഴിയാതിരിക്കെ കുടുംബത്തിന് മാത്രം അത് കഴിയണമെന്ന് പറയുകയും, അല്ലെങ്കിൽ കുടുംബത്തിന് അത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വീടുകൾ കത്തിച്ച് കളയണമെന്ന് വളരെ പെരിഫറലായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികൾക്ക് തന്നെ അപകടകരമാണ് എന്നുള്ളതാണ്. നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് വ്യക്തിവാദം നമ്മൾ പറഞ്ഞ വ്യക്തിവാദമാണ് ഇവിടെ പ്രധാനം. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. വ്യക്തിയുടെ ആനന്ദത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അവൻ്റെ ആസ്വാദനത്തിന് നിങ്ങൾ ഒരു അതിരുകളും വെക്കരുത്. കുടുംബം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? അതിരുകളും പരിധികളും നിശ്ചയിക്കും. അത് ആണിന് മാത്രമല്ല, പെണ്ണിന് മാത്രമല്ല, ആണിനുണ്ട്, മക്കൾക്കുണ്ട്, തലമുതിർന്ന കാരണവന്മാർക്കുണ്ട്, വീട്ടിലെ തലമുതിർന്ന അംഗങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെയും എവിടെ നിൽക്കണം, ഒരു കുടുംബം എന്ന് പറയുന്ന എല്ലാവരും കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരിടത്ത് എങ്ങനെ ആയിരിക്കണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ കുടുംബം മനോഹരമായി തീരുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എവിടെയാണ് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം? ഇപ്പോൾ ഒരു മനുഷ്യൻ തീരുമാനിക്കാമെന്ന് വിചാരിക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന വർത്തമാനങ്ങളിൽ പലതുമുണ്ട്. നിങ്ങൾക്ക് വേറെ ആർക്കും പ്രയാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ എൻ്റെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്തുന്നത് എന്നതാണല്ലോ ഹാം പ്രിൻസിപ്പിൾ. വേറെ ഒരാൾക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അമർച്ച ചെയ്യുന്നത്? ഇതിനെ ലഹരിയുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഇതിനെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. എൻ്റെ കള്ളുകുടി അല്ലെങ്കിൽ എൻ്റെ ലഹരി ഉപയോഗം, എൻ്റെ മദ്യപാനം എന്ന് പറയുന്നത് ആർക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഞാൻ എവിടെയോ ഒരു മൂലക്കിരുന്ന് മദ്യപിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതാണ് ചോദ്യം. പക്ഷേ യഥാർത്ഥത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഡിസ്കഷനുകളിൽ, പ്രത്യേകിച്ച് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ നടത്തുന്ന ഡിസ്കഷനിൽ പ്രധാന വില്ലാളിയാകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മദ്യപാനമാണ്. പൊതുസമൂഹത്തിൽ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഈവൻ കുടുംബാംഗങ്ങളിൽ നിങ്ങൾക്കൊരു മദ്യപാനിയായ മനുഷ്യനെയാണെന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ആ മനുഷ്യൻ ആഗ്രഹിക്കുക ഇദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നായിരിക്കും ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ, മക്കളുടെ സുരക്ഷിതത്വം, അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാൻ സാധിക്കുന്നത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ, അവൻ മനുഷ്യനാണല്ലോ, അവൻ ഒരു വ്യക്തിയാണല്ലോ, സ്വതന്ത്ര വ്യക്തിയാണല്ലോ എന്ന് അംഗീകരിച്ചുകൊണ്ട് അവനെ എന്ത് ചെയ്യുക? അവനെ പാട്ടിന് വിടുക എന്നത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുടുംബം എന്ത് ചെയ്യുന്നു? അവിടെ ബൈനറികൾ ഉണ്ടാക്കുന്നു. അത് പാടില്ല, കാരണം അത് കുടുംബത്തിനെ ബാധിക്കും. ഈവൻ ഇത് പറയുന്ന ആളുകൾ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ലിബറലിസത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴേ മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ വർത്തമാനം. എന്നാൽ ഈ അടുത്ത് നടന്ന ഒരു പുസ്തകത്തിലൊരു കോട്ടിങ് വായിച്ചിരുന്നു. ഒരു സംഘടന ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വാദം. അവർ പറയുന്നത് ഭ്രൂണഹത്യകൾ എന്ത് ചെയ്യണം? അനുവദിക്കണം. അതിന് അവർ പറഞ്ഞ വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, ഭ്രൂണഹത്യകൾ ചില ഇഷ്ടക്കേട് കൊണ്ട് ജീവിക്കുന്ന ചില കപ്പിൾസ് ഉണ്ടാകും. തീരെ അവർക്ക് തമ്മിൽ എന്നും വഴക്കായിരിക്കും, അവർ തമ്മിൽ എപ്പോഴും പ്രശ്നമായിരിക്കും. സ്വാഭാവികമായിട്ടും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു ഗർഭമാണ് ചുമക്കേണ്ടി വരുന്നത്. പിന്നെ മെല്ലെ 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 സ്വാഭാവികമായി പ്രസവിച്ചു. കാരണം ഭ്രൂണഹത്യ എന്തില്ല? അനുവദനീയമല്ല. അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കുറ്റവാളിയാകുവാനാണ് സാധ്യത. അങ്ങനെ എന്ത് ചെയ്യും? ധാരാളം കുറ്റവാളികൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭ്രൂണഹത്യ അനുവദിക്കണം എന്നതായിരുന്നു അവരുടെ പ്രധാന വാദം. എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നുണ്ട് എന്ത്? ഒരു വ്യക്തി ചെയ്യുന്ന അവൻ്റെ പ്രവർത്തനങ്ങൾ ആരെ ബാധിക്കും? സമൂഹത്തെ ബാധിക്കുന്നുള്ളത്. പക്ഷേ വ്യക്തിയുടെ ഒരു പ്രവർത്തനം, ഒരു ആഫ്റ്റർ എഫക്റ്റ് ഏത് നമ്മൾ എടുത്തു നോക്കിയാലും വളരെ സ്വകാര്യതയിൽ ഒരു വ്യക്തി മാത്രം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിനെന്ത് വരുന്നുണ്ട്? ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്.
എനിക്ക് ഇവിടെ ആ ഒരു ഹാം പ്രിൻസിപ്പിളിൻ്റെ ബേസ് തന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചാൽ നമുക്ക് തിരുത്തപ്പെടാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ത്യാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്തത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മാതൃത്വം എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു സാധനമാണ്, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നൊരു സാധനമാണ്. പെണ്ണിന് എന്ത് ചെയ്തു? മാതൃത്വത്തിൻ്റെ പേരിൽ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാണ്. സ്നേഹം, സഹാനുഭൂതി, അനുകമ്പ, കാരുണ്യം ഇതൊക്കെ ഉള്ള ആളാണ് ആര്? പെണ്ണ്. അതുകൊണ്ട് പെണ്ണെന്താണ്? എല്ലാം സഹിക്കുന്നവളാണ്, ക്ഷമിക്കുന്നവളാണ്. അങ്ങനെ പറഞ്ഞെന്ത് ചെയ്തു? അതിനെ ഒരു നെഗറ്റീവ് സാധനമാക്കി, പെണ്ണെ നിനക്കൊന്നും ഉള്ളതല്ല, സമൂഹം നിൻ്റെ മേലിൽ കെട്ടിത്തന്നതാണിത് എന്ന് പറയുന്ന മാതൃത്വം എന്ന് പറയുന്ന അവളുടെ ജൈവികമായിട്ടുള്ള അവളുടെ എന്താണ് പിന്നെ കാരുണ്യത്തെ പോലും എന്ത് ചെയ്തു? നീ അങ്ങനെയൊന്നുമല്ല, നീ അതുകൊണ്ട് ത്യാഗം സഹിക്കേണ്ടതില്ല, മാതൃത്വത്തിൻ്റെ പേരിൽ നീ ത്യാഗം സഹിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയും മാതൃത്വത്തിന് വേണ്ടി പിന്നെ നിലകൊള്ളുന്ന ഒരു പെണ്ണിനെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് നീ പോകരുത്, അതുകൊണ്ട് പ്രസവിക്കുക, കുട്ടികളെ പോറ്റുക എന്നതൊക്കെ പറയുന്നത് എന്തല്ല പിന്നെ നിനക്ക് ഫിറ്റായൊരു സാധനമല്ല, നിന്നെ ചൂഷണം ചെയ്യുകയാണ് സമൂഹം എന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്ന് പെണ്ണിനോട് പഠിപ്പിക്കപ്പെട്ടുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈ മാതൃത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ സവിശേഷതകൾ, അവളുടെ കുറേ എന്താ പറയുക, അവളുടെ ജൈവികത എന്ന് പറഞ്ഞാൽ അവളുടെ കരുത്താണത് അല്ലേ? ആ കരുത്തിനെ ഇന്ന് സമൂഹം കണ്ട് ദൗർബല്യമായിട്ടാണ്. പുരുഷനോടൊപ്പം ചെല്ലാൻ വേണ്ടിയിട്ട് ഇവളുടെ ആ ഒരു വ്യക്തിത്വത്തെ എന്താ അല്ലെങ്കിൽ അവളുടെ ജൈവികത അടിയറ വെച്ചുകൊണ്ട് അവളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എന്നിട്ട് വേണം അവൾക്ക് എന്തേ കുടുംബം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ദാമ്പത്യം ഇല്ലാതാക്കിയിട്ടാണ് ഒരു സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഇറങ്ങാൻ കഴിയില്ല. അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അവൾക്ക് എന്തുണ്ട് കുറേ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു രംഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും സമത്വം എന്നുള്ളൊരു വാദമല്ലേ. സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടന്നു പോകണമെങ്കിൽ തന്നെ അവിടെ എന്തുണ്ട്? ഒരു സുപ്പീരിയർ ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നായകൻ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൗവാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഭാര്യ ഭർത്താവ് എന്നുള്ള ഭരിക്കപ്പെടേണ്ടവളും ഭരിക്കുന്നവനും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ മറിച്ച് പറയുന്നത് ഏതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വളരെ ഇതായിട്ട് സാധാരണ കുടുംബങ്ങളുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം അവിടെ നേതൃത്വത്തിൽ നിൽക്കേണ്ട ഒരാളുണ്ട്. പൂർണ്ണമായും സമത്വം നമ്മൾ അനുവർത്തിക്കുന്ന ഒരു കുടുംബം എന്തുണ്ടാവില്ല, കുടുംബം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് പ്രാക്ടിക്കലി നമുക്ക് എന്താണ് അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞൊരു വാദത്തിൽ തുടർച്ചയായിട്ട് തന്നെ സമത്വവാദം കുടുംബത്തിൽ എന്താവില്ല, നിലനിൽക്കില്ല എന്നുള്ളതാണ്. മറിച്ച് അവിടെ നിലനിൽക്കുന്ന വാദം എന്ന് പറയുന്നത് ലിംഗനീതിയാണ്, ജെൻഡർ ജസ്റ്റിസ് ആണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് കുടുംബമായ സമൂഹമായിരുന്നാലും കുടുംബത്തിൽ പ്രത്യേകിച്ചും ആ ഒരു സിസ്റ്റം വളരുമ്പോഴാണ് എന്ത് ചെയ്യുക അവിടെ കൃത്യമായിട്ട് അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടാകും. എല്ലാ വ്യവഹാരങ്ങളുടെയും ഫണ്ടമെന്റലായിട്ട് വളരെ ബേസായ സാധനം എന്ന് പറയുന്നത് ഈ നൈതികത തന്നെയാണ്, നീതിബോധവും നൈതികതയും തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിബറലുകൾ കുടുംബത്തെക്കുറിച്ച് ഉന്നയിക്കുന്ന കുറേ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ, കുടുംബം എന്ന് പറഞ്ഞാൽ പരിപൂർണമായും സ്ത്രീവിരുദ്ധമാണ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മാതൃത്വം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കുട്ടികളോട് ചെയ്യുന്ന അവരുടെ സഹാനുഭൂതി, കുട്ടികളോടുള്ള കാരുണ്യം, അവരോടുള്ള അവരുടെ പരിപാലനം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്ന സംവിധാനം നിങ്ങളെ ഒതുക്കുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം വെക്കുകയാണ്, നിങ്ങളുടെ ചിറകുകളെ ഒതുക്കിക്കളയുക, അങ്ങനെ തന്നെ കോട്ട് ചെയ്ത് പറയാറുണ്ടല്ലോ. അപ്പം അതിനെ പലപ്പോഴും ആ ഒരു വാദത്തെ അത് പെട്ടെന്നൊരു അപ്പുറത്ത് നിന്ന് ലിബറലിസം അത് പറയുമ്പോഴേക്കും കുറേ ആളുകൾ അത് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഇവിടെ വരുന്നത് ലിബറലിസം ഈ പറയുന്ന ഇത്തരം വാദങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു ന്യായീകരിക്കുന്ന ശരിവെക്കുന്ന കുറേ സംഗതികൾ കുടുംബ സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കുടുംബത്തിന്റെ ബേസിക് പ്രശ്നം, കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുള്ളൂ, അതുകൊണ്ട് കുടുംബം വേണ്ട എന്നാണ് ലിബറലുകൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ കുടുംബം എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ളതും ഇവരെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മൾ ചുറ്റുപാടുകളിലും പലപ്പോഴും കാണുന്ന ഗാർഹിക പീഡനം, പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം, എല്ലാ ദിവസവും എന്ന പോലെ സ്ത്രീധന പീഡനം, പിന്നെ നിർബന്ധിതമായിട്ടുള്ള ആത്മഹത്യകൾ ചെയ്യേണ്ടി വരിക, പിന്നെ സൗന്ദര്യത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കുടുംബത്തിനകത്ത് ആളുകൾ വിധേയമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അപ്പുറത്ത് ഉന്നയിക്കപ്പെടുന്നത് ഇത് കുടുംബം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടി കുടുംബം വേണ്ട എന്നുള്ള ഒരു സംഗതിയിലേക്ക് വരികയാണ്. അപ്പം യഥാർത്ഥത്തിൽ ശരിക്കും നമ്മളപ്പം നിർബന്ധമായും ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഇൻഡിവിജ്വലൈസേഷനെ മുന്നോട്ട് വെക്കുന്ന ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന തുറുപ്പ് ചീട്ടുകളാണ് ഈ ആവർത്തിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മുടെ കുടുംബ സംവിധാനത്തിനകത്ത് എത്രമാത്രം ഇസ്ലാമിക മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബസങ്കല്പം നിലനിൽക്കുന്നുണ്ട്. എല്ലാതരം പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലി പരിഹാരം ഉണ്ടാകും. എനിക്ക് തുടർ പഠനം നടത്തേണ്ടതുണ്ട്, നീ തുടർ പഠനം നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ ഇവിടെ എന്തോ നടന്നോട്ടെ ഞാൻ തുടർ പഠനമായി ഞാൻ മുന്നോട്ട് പോകുക, ഇങ്ങനെ ഒരു എസ് ഓർ നോ സാധനമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഒറ്റമൂലി എന്ന് പറയുന്ന ഒരു പരിഹാരം അത് തന്നെ പ്രശ്നമാണ്. കാരണം മനുഷ്യർ തമ്മിലുള്ള നിക്കാഹ് എന്നുള്ള നെക്കഹ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന എന്നാണല്ലോ വേർഡിൻ്റെ അർത്ഥം. അതായത് രണ്ട് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു മറ്റൊരു പദാർത്ഥമായിട്ട് രൂപപ്പെടുക, ഒരു ലായനിയായിട്ട്, ലീനവും ലായകവും ചേർന്ന് ലായനിയായിട്ട് രണ്ടിൻ്റെയും ഗുണങ്ങളില്ലാത്ത മറ്റൊരു പദാർത്ഥമായിട്ട്, അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ആ വേർഡിൻ്റെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് അത്രയും പോയറ്റിക് ആയിട്ടുള്ള, അത്രക്കും ഉള്ള ആ പദം, അത്രയും വിശാലമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ബാക്കി ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് സൂര്യനെയും ചന്ദ്രനെയൊക്കെ പറയുന്ന ആയാത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു മനുഷ്യൻ്റെ വൈവാഹിക ജീവിതത്തെ എണ്ണിയിട്ടുള്ളത്. ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച്, അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രണയത്തിനെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത് കുറച്ചും കൂടി സമൂഹത്തിൽ ചർച്ചയായ ഒരു സിനിമയായിരിക്കും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അതിൽ കുറേ വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ കുടുംബത്തിലേക്ക് തന്നെ നോക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ കുടുംബം വിട്ട് നിങ്ങൾ വ്യക്തി എന്നതിലേക്ക് പോവുക, എല്ലാം ഇട്ടെറിഞ്ഞു പോവുക എന്നതാണോ എന്നുള്ളത് വേറെ പ്രശ്നം. അങ്ങനെയല്ല ഇസ്ലാം കാണുന്നതും, അതല്ല അതിനുള്ള പരിഹാരവും. കുടുംബം തന്നെയാണ് പരിഹാരം. പക്ഷെ കുടുംബത്തിൻ്റെ ഈ പറയുന്ന അനീതികളെ ഇല്ലാണ്ടാക്കുക എന്നുള്ള അതിൽ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം ഇതാണ് എന്ന് ഒരു പെണ്ണിന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഏറ്റവും വലിയ ഡിബേറ്റാണത്. സെക്സുമായി ബന്ധപ്പെട്ട് ഒരു പെണ്ണിന് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്ന പെണ്ണിന് എവിടെയാണ് സ്ഥാനം എന്നുള്ളത്. അപ്പോൾ മാരിറ്റൽ റേപ്പിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് വിവാഹം കഴിഞ്ഞാലും ശരി അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ പുരുഷൻ എന്ത് ചെയ്യണം? അവളുടെ സമ്മതം എടുക്കണം. എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല, എനിക്കൊരു മാസത്തേക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കണം എന്നതാണ് പുതിയ വാദം. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ശരി തന്നെയല്ലേ, അങ്ങനെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ തൊടാൻ പറ്റുമോ? ഇസ്ലാമിൽ അതിനെ എത്ര മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ആഗ്രഹത്തിന് കൃത്യമായിട്ട് പറയേണ്ട രണ്ട് വർത്തമാനമാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു പെണ്ണിൻ്റെ അവളും ഒരു മനുഷ്യനാണ്, വികാരവും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള ആളാണ്. എന്നിട്ട് അവളുടെ ഒരു പ്രകൃതി വെച്ച് പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ പക്ഷികളെപ്പോലെ എന്ത് ചെയ്യരുത്, അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, സാവകാശം കാണിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ആ പറഞ്ഞത്, അതിനെ എങ്ങനെയാണ് ഒരു പുരുഷൻ അതുപോലെ തന്നെ പുരുഷനെ കുറിച്ചും പറഞ്ഞു. എന്ത് പെണ്ണിനോട് പറയാണ്, നിന്നോട് അവൻ സെക്സിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, നീ അതിനെ നോ പറയരുത്. അങ്ങനെയാണെങ്കിൽ പകൽ വരെ അല്ലെ രാത്രി മുതൽ പകൽ വരെ എന്ത് ചെയ്യും, നിനക്കെതിരെ മലക്കുകൾ ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യ പ്രകൃതത്തെയും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകനിലൂടെ. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പിണങ്ങിയ അവസ്ഥയിൽ എന്ത് ചെയ്യരുത്, ലൈംഗിക ബന്ധത്തിൽ. അപ്പോൾ മാരിറ്റൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞാൽ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് എന്തില്ല, ഇസ്ലാമിലില്ല. അപ്പോൾ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആരെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ അവർ എന്ത് ചെയ്യണം, ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്ന ധാരണ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടേണ്ടത്. എന്താണ് സൊല്യൂഷൻ? അവളുടെ ഇഷ്ടത്തിന് അവളുടെ ആഗ്രഹത്തെയും അവളുടെ ഫീലിങ്സിനെ പിണങ്ങിയ അവസ്ഥയിലാവരുത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് തന്നെ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഇത്രമാത്രം പ്രണയം പ്രകടിപ്പിച്ച ആളാണ് ആര്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ വെള്ളം കുടിച്ച ഗ്ലാസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അതെ, കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി കുടിക്കുക മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കുടിച്ച ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ ചുണ്ട് വെച്ച് കുടിക്കുവാൻ പ്രവാചകൻ എന്ത് ചെയ്യുമായിരുന്നു, ജാഗ്രത കാണിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വളരെ മൈന്യൂട്ടായി കാണുന്ന പ്രണയത്തിൻ്റെ പ്രകടനം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ
പഠിപ്പിച്ചു എന്നുള്ളത്. അതുപോലെ ഈ കുടുംബത്തിന് നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുടുംബം വലിച്ചെറിയ അല്ലെങ്കിൽ കുടുംബം വേണ്ട എന്ന് പറയുന്നതിൽ ഈ അധികാര പ്രയോഗത്തിൻ്റെ വിഷയം വരുന്നില്ലേ യഥാർത്ഥത്തിൽ അവിടെ ഈ പുരുഷനാണെങ്കിൽ പുരുഷനവിടെ കൗവാം നമ്മൾ ഇസ്ലാം പറയുന്നുണ്ടെങ്കിലും അധികാരം പ്രയോഗിക്കാനുള്ള ഒരാളല്ലല്ലോ. ഒരു സംഭവം പറയുന്നില്ലേ, ഉമർ അള്ളാഹുവിൻ്റെ പിന്തുടർച്ചയായിക്കൊണ്ട് മകൻ ഇബ്നു ഉമറിനെ ഖലീഫയായിട്ട് നിർദ്ദേശം പറയാൻ വേണ്ടി പറയുന്നുണ്ട്, ഖത്താബിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മതി അള്ളാഹിൻ്റെ മുമ്പിൽ നാളെ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാം. കാരണം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളെന്ന് പറയുന്നത് തീർച്ചയായും എന്താണ്, നാളെ ദൈവത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽ കുടുംബമാണെങ്കിലും എന്താ വെച്ചാൽ അവിടെ വരുന്ന തൻ്റെ കീഴിലുള്ള ആളുകളുടെ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തിയാണത്. അവരുടെ എല്ലാ കഴിവുകളും അവരുടെ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട വ്യക്തിയാണത്. അതൊരിക്കലും ഒരു അവിടെ ശൂറാ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കൂടിയാലോചനയിലൂടെ തീരുമാനം എടുക്കേണ്ട ആളാണ്. മറിച്ച് ഒരു സ്ത്രീയെ അടിച്ചമർത്താനോ എന്ന് പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ കൺസെപ്റ്റേ ഇല്ല. ഞാൻ പറയും, നിങ്ങൾ കേൾക്കുക എന്നൊരു അതെ, ബാക്കിയുള്ള ആളുകൾക്ക് നീതി ലഭ്യമാക്കുക, നീതിയെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ഒരാളായിട്ട് അലങ്കാരമല്ല. കുടുംബം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണല്ലോ, ഒരു ഏജ് ആവുന്നതോട് കൂടിയിട്ട് അവരുടെക്ക് സൊസൈറ്റിയിൽ എന്തൊരു മൂല്യമില്ല അല്ലേ. പക്ഷെ കുടുംബത്തിൽ ഏജ് ആകുന്തോറുമാണ് എന്ത് മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളാവട്ടെ പ്രായം. അപ്പം ഈ കുടുംബത്തെ നമ്മൾ തകർക്കുക എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക ലിബറലിസ്റ്റ് ഫെമിനിസം വാദത്തോട് മുന്നോട്ട് പോകുമ്പോഴും യഥാർത്ഥത്തിൽ സ്ത്രീ തന്നെയാണ് അവിടെ എന്താവുന്നത്. സ്ത്രീയും കുട്ടികളും വയസ്സായ ദുർബലരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരു ആശ്രയിക്കുക എന്നുള്ള ഒരു ഡിപ്പെൻഡിങ് നേച്ചർ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ എന്താണ് ഒരു അടിത്തറയാണ് ശരിക്കും. എല്ലാവരും പരസ്പരം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം സദാചാര സംരക്ഷണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മവദ്ദത്തും റഹ്മത്തും എന്നുള്ളതാണ്. അതൊരു ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കള്ളികോളങ്ങളിൽ വിശദീകരിക്കാനോ പറ്റുന്ന ഒന്നല്ല. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻസ്, അവരുടെ ഒരു ബോണ്ട്, അവർ പരസ്പരം ചിലപ്പം പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നീക്കുപോക്കുകൾ സാധ്യമാക്കുന്നുണ്ടായിരിക്കും. അത് അയാളോടുള്ള അല്ലെങ്കിൽ അവളോടുള്ള അമിതമായിട്ടുള്ള പ്രണയം കൊണ്ടും ഒക്കെ സാധ്യമാകുന്ന. അപ്പം നമുക്ക് പുറത്തു നിന്നിട്ട് അതിനെ വീക്ഷിക്കുമ്പോൾ അവിടെ ഇന്ന ആൾ അടിച്ചമർത്തപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന ആൾ സുപ്പീരിയർ ആക്കപ്പെട്ടു എന്ന് നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ പല കാര്യങ്ങളും പല കുടുംബത്തിനകത്തും സ്ത്രീകൾ ജോലിക്ക് പോകാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസം അതിനൊക്കെ വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടിക്ക് സ്പേസ് ഉള്ള കുടുംബങ്ങളുണ്ട്. പക്ഷെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പ്രൊവൈഡ് ചെയ്യാണ്. കുടുംബം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, കുടുംബം അതിനകത്ത് തടസ്സമൊന്നും നിൽക്കുന്നില്ല എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം അവളാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അവിടെ അവളുടെ ഒരു താല്പര്യത്തിന് അവർ നിന്നു കൊടുക്കുന്നതായിരിക്കും എന്ന രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അത് തോന്നുന്നു എനിക്ക് നമ്മുടെ പലതരം കുടുംബഘടനയ്ക്കകത്തുള്ള ഇത്തരത്തിലുള്ള പല സംഗതികളും വായിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ അത് വിശദീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ നേരത്തെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബ സംവിധാനം പലപ്പോഴും ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അത് ബേസ് ചെയ്യുന്നത് ഒരു സവർണ ഇന്ത്യൻ കുടുംബസങ്കല്പം തന്നെയാണ്. വേഷം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ഭാര്യയായി അഭിനയിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചും ഇനി നമ്മുടെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളില്ല, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളില്ല, എല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. അവിടെ ഒന്നാമത്തെ വേർഡ് നമ്മുടെ സ്വന്തമില്ല എന്ന് പറയുന്നതിന് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു വേർഡാണ്. പക്ഷെ രണ്ടാമത്തെ തീർത്തും നിരാകരിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഇനി ആ പുരുഷൻ്റെ എന്താണോ ഇഷ്ടം, പുരുഷൻ നീ സാരി ധരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ പുരുഷൻ്റെ ഇഷ്ടമാണ് ഇഷ്ടം. ഇനി പുരുഷൻ്റെ അധാർമികമായിട്ട് എന്തോ സാധനങ്ങൾ അല്ലെങ്കിൽ വളരെ ഏകപക്ഷീയമായിട്ടുള്ള മർദ്ദക സ്വഭാവത്തിലുള്ളൊരു സാധനമാണെങ്കിൽ അതിന് ഇംഗിതപ്പെട്ട് കൊടുക്കുക അല്ലെങ്കിൽ വണങ്ങി കൊടുക്കുക. അതാണ് പരിപാവനമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വിവാഹത്തുനിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം വേണ്ട അല്ലെങ്കിൽ വൈകിപ്പിക്കാനൊക്കെ ഉള്ള അത് വേണ്ടാത്തൊരു വയ്യാവേലി എടുത്ത് തലയിൽ വെക്കണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഈ അടുത്ത് ഞാൻ ഒരു റീല് കണ്ടിരുന്നു. ഭയങ്കര രസകരമായ ഒരു സാധനമായി തോന്നി. ഒരു സ്ത്രീ അപ്പുറത്തെ അയൽവാസിനോട് സംസാരിക്കുന്ന, അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് കല്യാണം കഴിഞ്ഞത് മകൻ്റെയും മോളുടെയും കല്യാണം കഴിഞ്ഞ ഒരേ സമയത്ത് ഒരേ ദിവസത്തിലാണ്. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് മോനും
പിന്നെ മോളൊക്കെ ഉഷാറന്നല്ലേ? ഓ ഉഷാറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയാണ് പിന്നെ മോന് മോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് മോള് ഗൾഫിലാണ്, മരുമോൻ്റെ കൂടെ ഗൾഫിൽ പോയിട്ടുണ്ട്. എങ്ങനെ സുഖം തന്നെയല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു, കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു പുതിയാപ്പളിനെയാണ് എന്ത് ചെയ്തത് പിന്നെ ഓൾക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇങ്ങനെ ഭയങ്കരമായ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവൾക്ക് പീരീഡ്സിൻ്റെ സമയമാണ്, നല്ലോണം വയറുവേനൊക്കെ ഉള്ള, ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഞാനാണല്ലോ ഇത്ര കാലം അവളെ നോക്കിയത്. കല്യാണം കഴിഞ്ഞിട്ട് എന്താക്കും മോള് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ പറയേണ്ടത് അവൾ ഓക്കെയാണ്, ചൂടുവെള്ളം കാച്ചി കൊടുക്കുന്നുണ്ട്, കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്, അവളുടെ ഡ്രസ്സിലൊക്കെ പിന്നെ ഉമ്മ എൻ്റെ ഡ്രസ്സൊക്കെ വാഷിലിട്ടിട്ട് അദ്ദേഹം വാഷിലിടുന്നുണ്ട്. പിന്നെ ഒന്നുകൊണ്ടും ബേജാറാവണ്ട കേട്ടോ, ഞാനിവിടെ ഹാപ്പിയാണ് കേട്ടോ ഉമ്മ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ആഗ്രഹിച്ച ഒരു മരുമകനെയാണ് കിട്ടിയെന്ന് എനിക്ക്. അപ്പോൾ ചോദിക്കുന്ന മോൻ്റെ വർത്താനം എന്താ? പറയുന്നത് മോനും ഉഷാറന്നെ. എവിടെയുണ്ട് മരുമോൾ, എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അവൾ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു എന്താണെന്നറിയില്ല, ഓൾക്കെന്തോ വയറുവേനയോ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളം കാച്ചി കൊടുക്കുന്നുണ്ട്, കഞ്ഞി വെച്ച് കൊടുക്കുന്നു, പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം. ഇന്നേ വരെ ഒരു പച്ചവെള്ളം കൊണ്ടു തരാത്ത എൻ്റെ മോനെ എങ്ങനെയാണ് ഒരു പെൺകോന്തനായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അഥവാ മകൾക്ക് കിട്ടുന്ന ഹസ്ബൻഡ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതോ ഒരു ഉമ്മ പോറ്റിയ മകനാണത് അല്ലേ? അപ്പോൾ എൻ്റെ മകൻ അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഭയങ്കര അസഹനീയമായ സാധനമാവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ആൺ പെണ്ണെന്ന് പറയുന്നത് ഒരു പ്രശ്നമായി പെൺകുട്ടികൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കാലങ്ങളോളം അത് അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ ടൈമിലാണെങ്കിലും പ്രഗ്നൻസി സമയത്താണെങ്കിലും പിന്നെ ഒന്ന് തല ചായ്ക്കാൻ പോലും പറ്റാത്ത, ഇത് മുഴുവൻ ജോലിയാണെങ്കിലും എല്ലാം എൻ്റെ മാത്രം ഡ്യൂട്ടിയാണ് അല്ലേ? അടുക്കളയിൽ അടുക്കളയൊന്നും കയറാറില്ല എന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കാലം മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അനുവദിക്കാത്ത നിനക്കപ്പുറത്തേക്ക് കൊണ്ടുതരില്ല, നീ എന്തിനാ അടുക്കളയിൽ കയറുന്നത്, ആ സിസ്റ്റമൊക്കെ കുറേ അധികം മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എങ്കിലും അത് മാറാത്ത കുടുംബങ്ങൾ ഇനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പുനരാലോചനയ്ക്ക് വിധേയമാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകൻ എന്താണ് വീടകങ്ങളിൽ ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറയുന്ന ഏക മറുപടി എന്താണ്? അദ്ദേഹം ഞങ്ങളെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുമായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ഹദീസിൽ കാണാൻ പറ്റും. പ്രവാചകൻ വന്നാൽ ഒട്ടകത്തെ കറക്കും, അതിന് വേണ്ട വെള്ളവും ഭക്ഷണവും കൊടുക്കും, അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം പിന്നെ വൃത്തിയാക്കും, പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? മാവ് കുഴച്ച് കൊടുക്കുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അതിഥികൾ വന്നാൽ അതിഥികൾക്ക് വേഗം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും അവരെ സഹായിക്കാറുണ്ടായിരുന്നതും പ്രവാചകനായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ലീഡറിനെ കുറിച്ചാണ്, ഭരണാധികാരിയെക്കുറിച്ചാണ്, ഒരു സേനാനായകനെ കുറിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ കുടുംബത്തിനകത്ത് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. പുരുഷൻ എങ്ങനെയായിരിക്കണം? അത് പെണ്ണ് ആണ് എന്ന് പറയുമ്പോൾ പെണ്ണിനതൊരു ബേർഡനായിട്ട് മാറുന്നുണ്ടോ? അത് ഒരു ഊരാക്കുരുക്കായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? അതുപോലെ കുടുംബത്തിലേക്ക് വേണം മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എന്തുണ്ടാവുന്നത് അവർ തമ്മിൽ വേർതിരിവില്ലാതെ ഒരുപോലെ വളർത്തണം. പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരാൾ ഒരു മോളെയും ഒരു മോനെയും കൊണ്ടുവന്നിട്ട് മകനെ മടിയിലിരുത്തിയിട്ട് മകളെ സൈഡിലിരുത്തുമ്പോൾ പ്രവാചകൻ എന്താ പറയണത്? രണ്ടുപേരെ ഒരുപോലെ മടിയിലേക്ക് ഇരുത്താൻ പറയുന്നത്. അതായത് അവർ തമ്മിൽ ആ ചെറിയ കാര്യത്തിൽ പോലും വേർതിരിവ് കാണിക്കാത്ത അത്തരം കാര്യങ്ങൾ നമ്മൾ സമത്വത്തോടു കൂടിയിട്ട് അവർ മുന്നോട്ട് പോകേണ്ട വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചെറിയൊരു അനീതി, നേരത്തെ പറഞ്ഞ മോൻ്റെയും മോളെയും കാര്യമുള്ള ആ ഒരു ഇതും സമൂഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ശരിക്കും പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വളർത്തുന്ന ആ രീതി, രൂപപ്പെടുത്തുന്ന ആ രീതി തന്നെ അല്ലേ? കാരണം പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കാലഘട്ടമല്ല. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ഒരു കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പിതാവ് എത്ര ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരിക്കും, പക്ഷെ ആ കണക്ഷനും ആ വൈകാരികതക്കും കാരുണ്യത്തിനും ഒക്കെ അപ്പുറത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും കുഞ്ഞുങ്ങളോട് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ഇമോഷൻ കൊടുത്തിട്ടുണ്ട്. ആ നിഷ്കളങ്കതയോടുള്ള ഒരു അഭിനിവേശം, ആ ഒരു ഇഷ്ടം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അവരുടെ ഒരു മുൻവിധി അല്ലെങ്കിൽ അവരുടെ ഒരു ബോധ്യങ്ങൾ ആണ് അവരെ കുഴികുത്തി മൂടാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാനസിക തലത്തിലേക്ക് അവരെത്തിക്കുന്നത്. അപ്പം
അത്രമാത്രം പിന്നെ സിസ്റ്റത്തിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതേപോലെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന മനുഷ്യരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ഫാത്തിമയെ രൂപപ്പെടുത്തുന്നത്. പ്രവാചകൻ്റെ താടി പിടിച്ച് വലിച്ച് കളിക്കുന്ന, പ്രവാചകൻ സുജൂദിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ്റെ ചുമലിൽ കയറുന്ന, പ്രവാചകൻ ഷൂറ മജ്ലിസിലായിരിക്കുമ്പോൾ പ്രവാചകനോട് വന്ന് കലപില സംസാരിക്കുന്ന ഫാത്തിമയെ പ്രവാചകൻ രൂപപ്പെടുത്തണം. അത് ഫാത്തിമയെ രൂപപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു സമൂഹത്തെ, ഒരു ജനതയെ പഠിപ്പിക്കുകയും ഒരു സിസ്റ്റത്തെ വേരോടെ പിഴുതെറിയുകയും ചെയ്യാണ് ഇത്. പക്ഷേ നമ്മുടെ ഇത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നേരത്തെ റജീന്തൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ പെൺകുട്ടികളെ വളർത്തുന്നൊരു രീതി, ആൺകുട്ടികളെ വളർത്തുന്നൊരു രീതി, ഭക്ഷണം കഴിക്കുന്ന, നമ്മൾ പറയും ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള, പക്ഷെ ഇപ്പോഴും ഒരുപാട്, ഒരുപക്ഷെ 90% കുടുംബത്തിലും ഉണ്ട്. ഒരു ചെറിയ മൈനോറിറ്റിയിൽ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് പെൺകുട്ടികൾക്ക് എന്താ പറയുക ഭയങ്കര ഓവർ ഫ്രീഡം എല്ലാ വിഷയങ്ങളിലും ഉണ്ടല്ലോ ഒരു പ്രകടനപരത. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ കൂടുതൽ എല്ലാം വകവെച്ച് നൽകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആശങ്ക ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും തെളിയിക്കാൻ വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന അപകടങ്ങളെ ഒന്നും ബോധമില്ലാത്തൊരു, സെക്യൂരിറ്റിയെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത സംഗതികളുണ്ട്. പക്ഷെ പിന്നെ ഇപ്പോഴും എന്താണ് റിമ കല്ലിങ്കലിൻ്റെ പൊരിച്ച മീൻ പറഞ്ഞിട്ടാണ് ട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് അവർ പറയാൻ ആഗ്രഹിച്ച മറ്റൊരു സംഗതിയുണ്ട്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ആൺകുട്ടികൾക്ക് സ്കൂളിട്ട് വന്നാൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. പെൺകുട്ടികളോട് പറയാണ് വെള്ളം എടുത്തു കൊടുക്കാൻ പറയാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കൂടെ അത് സെറ്റ് ചെയ്യുന്നത് പെൺകുട്ടിയെ അപകർഷതാബോധത്തിലേക്ക് നയിക്കുക മാത്രമല്ല. ഒരു പക്ഷേ പെൺകുട്ടികൾ അങ്ങനെ സെറ്റ് ചെയ്യപ്പെടും, ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മ ചെയ്യുന്നത് കാണുന്നു, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് ഒരുപക്ഷെ വിചാരിക്കപ്പെടും. അല്ലാതെ അപകർഷതാബോധത്തിലേക്ക് നയിക്കപ്പെടും. ആ പെൺകുട്ടി ആകെ തളർത്തപ്പെട്ടേക്കാം, അവൾക്ക് പുതിയ ആവിഷ്കാരങ്ങളിലേക്കൊന്നും കയറപ്പെടാത്ത വിധം അവൾക്ക് ഉരുക്കപ്പെട്ടേക്കാം. പക്ഷെ അവിടെ ഏറ്റവും അപകടകരമായി അപ്പുറത്ത് സംഭവിക്കുന്ന എന്താ, ആ ആൺകുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ബോധ്യമുണ്ട്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നുന്നത് പോലെ അധികാരപ്രയോഗം നടത്താനുള്ള ഒരാളാണ്, തനിക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്, തൻ്റെ ഇംഗിതത്തിന് അനുസരിച്ച് എല്ലാ സമയത്തും നിൽക്കേണ്ട, അങ്ങനെ ഒരു കുടുംബസങ്കല്പം ഇസ്ലാമിൽ ഒരു കാലത്തും പ്രവാചകൻ മുന്നോട്ട് വെക്കാത്ത ഒന്നാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബ സംവിധാനത്തിനകത്ത് പുറത്ത് നിന്നുള്ള ആളുകൾ രൂപപ്പെടുത്തിയൊരു കുറേ സാധനങ്ങളുണ്ട്, 1 by 1 ആയിട്ട് ഈ ചെക്ക് ലിസ്റ്റൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നത് പോലെ. യഥാർത്ഥ കുടുംബം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം സ്ത്രീകൾ അടുക്കളയിലുള്ള കുടുംബം, അപ്പോൾ നല്ല കുടുംബം എന്നുള്ള രീതിയിൽ. പുറത്ത് നിന്ന് ആളുകൾ പറയുമോ, ഇപ്പോൾ നിങ്ങളിങ്ങനെ എപ്പോഴും ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവളെപ്പോഴും നിൻ്റെ ഭാര്യ എപ്പോഴും ജോലിക്കും വീണ്ടും തുടർ പഠനത്തിന് അനുവദിക്കുമ്പോൾ പുറത്തുള്ള ആളുകൾ പറയൂലേ, പിന്നെ ഇവളെങ്ങനെ കയറൂരി വിട്ടുകയാണോ, അത് നമ്മളെ കുടുംബത്തിൻ്റെ ഒരു മോശമല്ലേ എന്നുള്ള രീതിയിൽ. അല്ലാതെ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയോട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ആ കുട്ടി തുടർ പഠനം നടത്തുന്ന പ്രശ്നങ്ങളില്ല, സമൂഹത്തിനെ പേടിച്ചിട്ടും. ഈ സമൂഹത്തിൻ്റെ ഈ ഒരു ഇത് രൂപപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംഗിള്, അങ്ങനെ ഒരു നരേഷൻ മഹത്തായ കുടുംബസങ്കല്പത്തെക്കുറിച്ച് രൂപപ്പെടുത്തിയത് എന്തിൻ്റെ ബേസിലാണ്? അത് ഇസ്ലാമിക ബേസിലാണോ, അല്ലെങ്കിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബസങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലേ, സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കുടുംബത്തിലാണെങ്കിലും 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ ഒരുപാട് പഴി കേൾക്കപ്പെടുമ്പോഴും അന്ന് സ്ത്രീക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം, അവൾക്ക് കിട്ടുന്ന അനന്തരാവകാശ സ്വത്താവട്ടെ, അവളുടെ ഇതാവട്ടെ, അവൾക്ക് പൂർണ്ണമായി കൈമാറ്റം ചെയ്യാനും വ്യയം ചെയ്യാനും പൂർണ്ണ അധികാരം അവൾ മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആധുനിക സമൂഹത്തിൽ 13 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 1870-ലാണ് എന്തുള്ളത്, മാരേജ് ചെയ്ത, വിവാഹിതയായ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള, അതിനും തുടർന്ന് പല നിയമങ്ങൾക്ക് ശേഷമാണ് അവർക്ക് കോടതികൾ കയറിയിറങ്ങി കേസുകൾ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല സമൂഹത്തിലും മതസമൂഹങ്ങളിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്തത്, സ്ത്രീക്ക് അനന്തരാവകാശം കിട്ടിയത്. അപ്പം നിലവിലാണ് കേരളത്തിൽ ഇപ്പോൾ അനന്തരാവകാശത്തെക്കുറിച്ച്, മുസ്ലിം പെൺകുട്ടികളുടെ അനന്തരാവകാശത്തെക്കുറിച്ച് അത് പകുതി കൊടുത്താൽ പോരാ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ഇതുമായി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കവ്വാം എന്ന അർത്ഥത്തിലേക്കാണത് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ സൂറത്ത് നിസായിലാണല്ലോ അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്നത്. അതിന് മുമ്പ് അള്ളാഹു എന്തൊക്കെ പറഞ്ഞു വെക്കണമോ അതൊക്കെ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചോ, ധാരാളം ആണിനെയും പെണ്ണിനെയും എന്ത് ചെയ്തു, വ്യാപിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ തസാഅലൂന വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക.
എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്ത്, ഒന്നാമത്തെ ആയത്തിൽ ഇതിങ്ങനെ പറഞ്ഞു വെച്ച് രണ്ടാമത്തെ ആയത്തിൽ റബ്ബ് പറയുന്നത് അനാഥ മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനുശേഷം പടച്ചവൻ പറയുന്നത് ബഹുഭാരിത്വവുമായി ബന്ധപ്പെട്ട വർത്തമാനമാണ്. അടിമകളോട് നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടാൽ. മൂന്നാമതായിട്ട് പിന്നെയും റബ്ബ് പറയുന്നത് പിന്നെ മഹറിനെ കുറിച്ചാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വേറൊരു പോയിൻ്റാണെന്ന് തോന്നുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്ത്രീകൾക്ക് നിങ്ങളുടെ ബാധ്യതയായി കണ്ടുകൊണ്ട് അവരുടെ മഹറിന് നിങ്ങൾ എന്ത് ചെയ്യുക, വിവാഹം പിന്നെ മൂല്യത്തെ നിങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുക. പിന്നീട് റബ്ബ് പറയുന്നത് വീണ്ടും അനാഥ മക്കളെക്കുറിച്ചാണ്. നിങ്ങൾ അവരുടെ ഭക്ഷണം നിങ്ങളുടെ ധനവുമായിട്ട് കൂട്ടിയോജിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹറാം നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യരുത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ 2-3 പോയിന്റ് നമ്മൾ വളരെ അത്ഭുതപ്പെട്ട് തോന്നും. എല്ലാ ലൂപ്പ് ഹോൾസും എത്ര മനോഹരമായിട്ടാണ് റബ്ബ് അവിടെ അടച്ചു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, അനാഥ മക്കളിങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് അവരുടെ ധനത്തെ നിങ്ങൾ തിന്നു കളയരുത്. പേടിച്ചിട്ടേ, അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സാധനമാണത്. പേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വളരുമല്ലോ, ഇപ്പോൾ 18 വയസ്സാവല്ലോ, പ്രായപൂർത്തിയാവല്ലോ, പക്വതയാവല്ലോ. 18 വയസ്സ് പക്വതൻ്റെ ഒരു മാനദണ്ഡമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലുതാവുമെന്നല്ലോ ഒന്ന് പേടിച്ച് നിങ്ങൾ തിന്നേണ്ടത്. രണ്ടാമത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ദൈവമായുള്ള ഒരു മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അനാഥ മക്കളുടെ ഇതെന്ത് ചെയ്യണം, പിതാവിൻ്റെ ബന്ധുക്കളാണ് എന്ത് ചെയ്യേണ്ടത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അവരുടെ പ്രൊട്ടക്ഷൻ പിതാവിൻ്റെ ബന്ധുക്കളുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മക്കളുടെ സമ്പത്തിനെ പിതാവിൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്യണം, പിന്നെ സംരക്ഷിച്ചു വെക്കുകയും ചെയ്യണം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിങ്ങനെ എത്ര കാലം എന്നിട്ട് ഇങ്ങനെ ഞാൻ കൊണ്ടു നടക്കാമെന്ന് പേടിച്ചിട്ട്, ഇനി പ്രായപൂർത്തി ആയാലും ശരി ഇല്ലെങ്കിലും ശരി, ആ കുട്ടിക്ക് ഇതിനെ കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, വിഡ്ഢികളായ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ബുദ്ധി ഉറക്കാത്ത കുട്ടികളെ നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യരുത്. ഈ 2 സാധനവും ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ കാണുന്ന സാധനത്തിനെ പോലും അള്ളാഹു ഭദ്രമായി അവിടെ അടച്ചു വെച്ചിട്ട്, എന്നിട്ട് റബ്ബ് പിന്നെയും പറയുന്നുണ്ട്, അനാഥരായിട്ട് നിങ്ങളുടെ മക്കളെ ഈ ഭൂമിയിൽ വിട്ടേച്ചു പോകുന്നു നിങ്ങൾക്ക് പേടിയില്ലേ? നമ്മൾ പേടിയുണ്ടല്ലോ, നമ്മുടെ മക്കള് പിന്നെ എന്താണ് ദരിദ്രരായിട്ട് ഇവിടെ ഇങ്ങനെ അവശേഷിപ്പിച്ചു പോകുന്നു, നിങ്ങൾക്ക് എത്ര പേടിയുണ്ട്? അതുപോലെ തന്നെ അവർക്കും അവരുടെ മക്കളുടെ കാര്യത്തിൽ ഈ ബേജാറ്, ഭയമുണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് അവരുടെ മക്കളുടെ ധനത്തെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലിറിജാലി നസീബു മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബു മിമ്മാ തറക്കൽ വാലിദാനി. എന്നിട്ടാണ് അനന്തരാവകാശത്തിൻ്റെ ആയത്തിലേക്ക് റബ്ബ് എന്ത് ചെയ്യുന്നത്, കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഉത്തരവാദിത്തത്തെ നിക്ഷിപ്തമാക്കിയെടുക്കുന്നത്. 2 തലവും കൈകാര്യം ചെയ്തുകൊണ്ട് ആ അനാഥ കുട്ടി അവള് അനാഥയായിരിക്കെ ആ സമ്പത്ത് ദുർവിനിയോഗം ചെയ്യപ്പെടുകയോ എന്നുള്ളതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് തടയുന്നത്. അപ്പുറത്ത് ഇതൊരു വലിയ ഉത്തരവാദിത്വമാണെന്നൊരു ബോധ്യമുള്ള ഒരു മനുഷ്യൻ ഇത് തുടർത്തി കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ, അല്ലെങ്കിൽ പ്രായമുറക്കാത്ത അല്ലെങ്കിൽ പക്വത എത്താത്ത ഒരു കുട്ടിയെ അത് ഏൽപ്പിക്കുന്നതോടുകൂടി അപ്പോഴും അത് അരക്ഷിതമായി പോവാണ്. ഒരു നിലക്കും അനാഥ കുട്ടികൾ അരക്ഷിതരാവരുത്, കൃത്യപ്പെടുത്തിയിട്ട്. ഇപ്പം ഈ മകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മകൻ്റെ പിതാവിനാണ് ആ കുട്ടിയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്നുള്ളതാണല്ലോ. അതായത് ആ കുട്ടിയെ തുടർന്ന് അങ്ങോട്ട് ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ഉത്തരവാദിത്വം, ആ കുട്ടിയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും മകന് ശേഷം, മകന് മരണപ്പെട്ടാൽ മകൻ്റെ പിതാവിനാണ്. അത് ഇസ്ലാം നിർബന്ധമാണ്. ഇനി പക്ഷെ നമ്മുടെ കുടുംബ സംവിധാനത്തിനകത്ത് ഉപ്പ മരണപ്പെട്ടു, ഉമ്മയുടെ പിന്നെ കുട്ടിയെ ആശ്രയിക്കുന്ന ഉമ്മയാണ്, നടക്കുന്നത് കുടുംബ ഇല്ല, സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വം വരെ ഉമ്മ നിർവഹിക്കാൻ, സുരക്ഷിതത്വവും സാമ്പത്തിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ പിതാവിന്റെ കുടുംബമായിരുന്നു. പിതാവിന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിർബന്ധമായും പിതാവിന്റെ ഉപ്പാക്കാണ് ബാധ്യതയുള്ളത്. പ്രാക്ടീസാണ്. ഈ ഉമ്മ പിന്നീട് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ സിംഗിൾ പാരന്റിങ്ങിലേക്ക് നയിക്കപ്പെടുകയാണ്. എന്നിട്ടാണ് നമ്മൾ പിന്നെ പറയുന്നത് ആദ്യ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രയാസം ഉണ്ടായിരുന്നില്ല. അതായത് സാമ്പത്തിക ഉത്തരവാദിത്വം നമ്മൾ എംപവർഡ് ആയിരിക്കണം എന്നുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. അതായത് യഥാർത്ഥ സൊല്യൂഷൻ അപ്പുറത്തുണ്ട്. അതിനെ പരിരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ആളുകളെ പിന്നെ ആ ഉത്തരവാദിത്വം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് വീണ്ടും അരക്ഷിതരാക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വം നൽകുക. എന്നിട്ട് പഴി പറയുന്നത് ഞാൻ ഇത്രയും കാലം വീട്ടിനകത്ത് നിന്നു, ഭർത്താവിനെയും കുട്ടികളെയും പരിപാലിച്ച് നിന്നു, വല്ല ജോലിക്കും പോയാൽ മതിയായിരുന്നു, അന്ന് തന്നെ ജോലി നേടിയിരുന്നെങ്കിൽ എനിക്ക് സ്മൂത്ത് ആയിട്ട് ജീവിക്കാം. എന്നിട്ട് അതാണ് മുദ്രാവാക്യം പറയുന്നത്, നിങ്ങൾ സ്ത്രീകൾ എംപവർഡ് ആയിരിക്കണം. അതായത് വീണ്ടും ആ പെൺകുട്ടി, ആ സ്ത്രീ, അരക്ഷിതയാക്കപ്പെട്ട, അനാഥയാക്കപ്പെട്ട, വിധവയാക്കപ്പെട്ട
ആ സ്ത്രീക്കും ആ കുട്ടിക്കും വീണ്ടും ബേർഡൻ നൽകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കാരണം വരുന്നത്. ഈ ഒരു പ്രാക്ടീസ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിലെ അനന്തരാവകാശത്തിനെ കുറിച്ചും ഇതിനെക്കുറിച്ച് ഇത്രയേറെ വിമർശനങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ പകുതി ഭാഗം കിട്ടുന്നതെന്ന് പറയുന്നത് അവർക്ക് അവളുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാന്നുള്ളത് ഈ കുട്ടിയും കുടുംബവും മൊത്തത്തിൽ ഇവരുടെ ബാധ്യതയായി മാറുകയാണ്. മറ്റു ബന്ധുക്കൾ അവിടെ നിന്ന് എന്താവണം, എസ്കേപ്പ് ചെയ്യുകയാണ്. ശരിക്കും ജോലി ഉണ്ടോ ജോലി ഇല്ലേ നോക്കാതെ ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? അവരുടെ കുടുംബത്തിനാണ്. ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടക്കുമ്പോഴും പല ഡിസ്കഷനിലും ചില വലിയ മനുഷ്യരുടെ ഇൻ്റർവ്യൂകളടക്കം നമുക്കിത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീ പുരോഗമനവാദികൾ എന്ന് പറയുന്ന സമൂഹത്തിൽ നിലയും വിലയുമൊക്കെ ഉള്ള ആളുകളൊക്കെ പറയുന്നൊരു സാധനമാണ് എന്ത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കണം, നിങ്ങൾ അതിൽ യാതൊരു എക്സ്ക്യൂസും ഉണ്ടാവരുത്, നിങ്ങൾ അതിൽ ഭയങ്കരമായ ബോധേഡായിരിക്കണം എന്ന് പറയുമ്പോഴൊക്കെ അവർ പറയുന്നതാണ് ഡൈവോഴ്സ് ചെയ്താൽ നിങ്ങൾ ആകെ പെട്ടുപോകും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഡൈവോഴ്സ് ചെയ്താൽ പെട്ടുപോകും എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഇല്ല. ഡൈവോഴ്സിന് ശേഷം ഇദ്ദക്ക് ശേഷം എന്തിനാണ് ഇദ്ദ എന്നതിനെ കുറിച്ച് പോലും കൃത്യമായിട്ട് സൂറത്തുൽ ബഖറയിൽ അതിനെക്കുറിച്ച് പറയുന്നത്, ഇദ്ദാ കാലയളവിൽ നിങ്ങൾ അവളുമായിട്ട് എന്ത് ചെയ്യരുത്, വിവാഹ അന്വേഷണം നടത്തരുത്, അത് കഴിഞ്ഞാവാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വ്യംഗ്യമായി സൂചിപ്പിക്കാം എന്നും പറയണ്ടേ. വ്യംഗ്യമായി സൂചിപ്പിക്കാം എന്നതിനെക്കുറിച്ച് യൂസുഫുൽ ഖർലാവിയെ പോലെയുള്ള ആധുനിക പണ്ഡിതർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ സാലിഹായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്, നിന്നെ അല്ല, നിന്നെ എന്ന് പറയരുത്, അത്രയിടം വരെ പറയാം. അപ്പം ഇദ്ദ എന്ന് പറഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആണോ, ആ കുഞ്ഞ് ആരിലേക്കാണ് ചേർക്കപ്പെടേണ്ടത്, അനന്തരമെടുക്കേണ്ടത് ആരുടെ അനന്തരകാശിയാണ്, മാത്രമല്ല അവളുടെ പുനർവിവാഹത്തിന് വേണ്ടി അവളെ സെറ്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ ഇദ്ദക്കുള്ള ഉദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ എന്തല്ല, നിങ്ങൾ വിവാഹമോചനം കഴിയുന്നതോടുകൂടി നിങ്ങൾ ആരല്ല, വേറെ സ്റ്റക്കായി പോകുന്ന വിധവാ പിന്നെ അതിനുശേഷം ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു വിവാഹത്തിനെ കുറിച്ചേ സങ്കല്പിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ പവിത്ര നാരി സങ്കല്പത്തിൽ എന്ത് ചെയ്യണം, അവിടെ നിൽക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെതിരാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല, മറിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുക എന്നിട്ട് കുടുംബം പുലർത്തുക എന്ന് പറയുന്ന അതിനെ ഒരു വിപ്ലവാത്മകമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നു. അപ്പുറത്ത് ഇസ്ലാം നിർബന്ധമാക്കിയ മകൻ മരണപ്പെട്ടാൽ മകൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതാവ് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, പിതാവില്ലെങ്കിൽ സഹോദരങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അനന്തരാവകാശം ഡിവൈഡ് ചെയ്തത് അങ്ങനെ തന്നെയാണല്ലോ. ഇത് മാത്രമല്ല, ഈ മകൻ മരണപ്പെട്ടതിന് ശേഷം പല കാരണങ്ങളാൽ, ഈ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തെ പിന്തുടർന്നുകൊണ്ടോ ഈ മകൻ്റെ പിതാവ് ഈ കുട്ടിയുടെ ഉത്തരവാദിത്വങ്ങളൊന്നും നിർവഹിക്കാതെ മരണപ്പെട്ടു പോയാൽ ആ അനന്തര സ്വത്ത് വീതിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയോട് ചെയ്യേണ്ട സാമ്പത്തിക ബാധ്യതകൾക്കുള്ള പങ്ക് മാറ്റിവെച്ചതിന് ശേഷമാണ് അനന്തര സ്വത്ത് വീതിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സൂക്ഷ്മത ആലോചിച്ച് നോക്കും. അതായത് ഒരു മനുഷ്യനും അനന്തര സ്വത്ത് തുടർന്നുള്ള തലമുറക്ക് നിർബന്ധമായും നൽകുക എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അതാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. പക്ഷെ അതിനു പകരം ഉത്തരവാദിത്വങ്ങൾ, മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മകൻ്റെ മക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം, മകനും പിതാമഹനും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾക്ക് ആ ഉത്തരവാദിത്വം. കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടക്കിടക്ക് ഒരു വർത്തമാനം പറയണ്ടേ, എനിക്ക് ഭയങ്കര സ്ട്രൈക്കായിട്ടുള്ള ഒരു ആയത്താണത്. അഥവാ ആരാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നത് നിങ്ങൾക്കറിയില്ല, പക്ഷെ ആർക്കറിയാം, റബ്ബിനറിയാം. നമ്മളെന്താ പറയുക, നമ്മളെ ഇത് മോനിക്ക് ഹസ്ബൻഡിന്, അല്ലെങ്കിൽ എൻ്റെ പണം ഭാര്യയ്ക്ക് മക്കൾക്ക്, ഇതിലപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്. പല മാരേജ് ആക്റ്റുകൾ ഇപ്പം പുതിയത് പൊടിതട്ട് പുറത്തെടുക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു വേറെ ആരിലേക്കും പോകരുത് എന്ന്. പക്ഷെ റബ്ബ് കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾക്ക് അതിനുശേഷം ഉപകാരപ്പെടുക ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല, റബ്ബിനറിയാം. എന്ന് പറഞ്ഞാൽ നിങ്ങളതിങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ ഒരു ബൗണ്ടറി വരച്ച് തീരുമാനിക്കേണ്ട സാധനമല്ല. അത് വളരെ കുറച്ചാവട്ടെ കൂടുതലാവട്ടെ അതിനെന്ത് ചെയ്യണം, മാന്യമായ ഒരു വിഹിതം വെപ്പ് നടത്തണം എന്നതാണ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എങ്കിലും ഇതൊക്കെ ഈ വിധവാ വിവാഹങ്ങൾ, അതുപോലെ ഈ സിംഗിൾ പാരന്റിങ്, ഇതൊക്കെ കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, സമൂഹം ഏറ്റെടുക്കുകയും അതിൻ്റെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്, നമുക്ക് പ്രവാചക കാലഘട്ടത്തിൽ ധാരാളം ഒരു ഭർത്താവ് മരണപ്പെടുമ്പോൾ, ഒരു സഹാബി മരണപ്പെടുമ്പോൾ തന്നെ അവരെ ഭാര്യയെ വീണ്ടും ആഗ്രഹിക്കുന്നതും അല്ലേ എന്ന് ധൃതിപ്പെടണം എന്നാണല്ലോ അല്ലെ, ഉത്തരവാദിത്തത്തിൽ ധൃതിപ്പെടണം എന്ന് പറഞ്ഞ ഉത്തരവാദിത്തമാണല്ലോ വിധവകളെ പുനർവിവാഹം നടത്തുക. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിലല്ല, അല്ലെങ്കിൽ ഇസ്ലാമിക ദർശനത്തിലല്ലാതെ മറ്റേത് ദർശനത്തിലാണ് വിധവാ വിവാഹം ഇത്ര അധികം പ്രാധാന്യത്തോടെ പറയുന്നത്?
നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യൻ സവർണ കുടുംബ സങ്കല്പത്തിനകത്ത് പതിവ്രതയായ സ്ത്രീ അല്ലെങ്കിൽ മഹത്വവതിയായ സ്ത്രീ, മഹതിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ സതിയായിരുന്നല്ലോ അവർ പ്രാക്ടീസ് ചെയ്ത ആചാരം തന്നെ. അപ്പം അതുപോലെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഭർത്താവിന്റെ കുടുംബത്തെ പരിരക്ഷിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീനെ എന്ത് ചെയ്യുക, തളച്ചിടുന്നത്, അവളെ ഇതെന്നുള്ളത്. പക്ഷെ അതാണ് എനിക്കൊരു മുസ്ലിം കുടുംബങ്ങളിലേക്ക് വരെ കയറി വന്നിട്ടുള്ളത് നമ്മളുടെ. അതേസമയം അങ്ങനെയുള്ള സ്ത്രീ അങ്ങനെ ചെയ്യണം. പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, മാലയൊക്കെ പൊട്ടിച്ച് എല്ലാവിധ അലങ്കാരങ്ങളും ഉപേക്ഷിച്ച് വെള്ള വസ്ത്രത്തിലിരിക്കണം. പക്ഷെ അതേ സമയത്ത് അവളെ കാണുന്നത് തന്നെ എന്താണ്, ഭയങ്കര ദുശകുനമാണ്, അപശകുനമാണ്, ദുശകുനമാണ് എന്ന് പറഞ്ഞ ജോലിക്ക് പുറപ്പെടുന്ന സമയത്ത് വിധവയായ ഒരു സ്ത്രീയെ കണ്ടാൽ എന്നാൽ അവൾക്ക് ആഘോഷിക്കുവാനോ സന്തോഷിക്കുവാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും എന്തില്ല, പെർമിഷൻ ഇല്ല എന്ന മട്ടിലുള്ള പല കൾച്ചറുകളും നമ്മുടെ കൾച്ചറായിട്ട് മാറിയിട്ടുണ്ടോ എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം. മഹർ സ്ത്രീകള് എങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണം, ഡീപ്പായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹർ അല്ലെ, കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ എന്താണ് മഹർ, അതിന്റെ കൃത്യമായ ധാരണ സമൂഹത്തിലില്ല. ഇല്ല. അപ്പൊ സമുദായത്തിന് അറിയണ്ട ഇപ്പോഴും എനിക്കിത്ര നിങ്ങൾ മഹർ തരണം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്യേണ്ടുന്നത് ഇനി എപ്പോഴാണ്? ഞാൻ പറയാം അത് കാലം അതിക്രമിച്ചു പോയിട്ടുണ്ട്. എനിക്കിത്ര, അതെ. അപ്പൊ സ്ത്രീ മഹർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയുന്ന അപ്പൊ 50 പവൻ ഞാൻ സ്ത്രീധനം അങ്ങോട്ട് കൊടുത്താൽ 5 പവൻ എന്ത് ചെയ്യും, പെണ്ണിന് മാല കൊടുക്കും. ഇതൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ വെറുതെ പറയുന്നത് ദിവസം പത്രങ്ങളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ കാണുന്നുണ്ട്. വെറുതെ പറയാൻ മനോഹരമായി പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ അത് ആഘോഷിക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് ആഘോഷിക്കുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ. കാരണം സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുടുംബത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തില്ല, അത് നോ പറയാനുള്ള ഗഡ്സ് ഉള്ള, അടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ഗഡ്സ് ഉള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ അൽഹംദുലില്ലാ ഇന്ന് വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രസ്ഥാനമൊക്കെ നവോത്ഥാന സംഘടനകളൊക്കെ കാലങ്ങളായിട്ട് പെൺകുട്ടികൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, കാര്യപ്രാപ്തി ഉള്ളവരാക്കി മാറ്റിയിട്ടുണ്ട്. സമയത്ത് അതെ ഇത്ര മഹർ എനിക്ക് തരണം എന്ന് പറയും. അതൊരു നവോത്ഥാനം ഒന്നല്ല, പകരം ഇസ്ലാമിലുള്ള ഒരു സംഗതിയെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത്, പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ ഒരു നവോത്ഥാന പ്രവർത്തനം നടന്നു നിസായിലെ ആയത്താണത്. മഹർ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെ പൊടി തട്ടിയെടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സിംഗിൾ പാരൻറ്റിങ് എന്ന് പറയുമ്പോഴെന്തില്ല, ഇസ്ലാമിൽ സിംഗിൾ പാരൻറ്റിങ് ഇല്ല. അത് വിധവാ വിവാഹമാണുള്ളത്. അവരുടെ സംരക്ഷണമാർക്ക് പെണ്ണിന് പിന്നെ ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതയുണ്ടോ, ഇതൊക്കെയും എന്താണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ഇനിയും എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യേണ്ടുന്ന വലിയ വലിയ വിഷയങ്ങളാണെന്ന് തോന്നുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പിന്നെ പെണ്ണിന് ആ ഇടം അല്ലേ, പിന്നെ സ്ത്രീക്ക് ഇന്നതേ പറ്റൂ. ഇപ്പം മാതൃത്വ പിതാവിനെ കുറിച്ചിട്ട്, സാക്രിഫൈസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു പറയണം തോന്നുന്നു. ഇപ്പം നമ്മൾ സാധാരണ പ്രവാസികളെ കുറിച്ച് പറയാറുണ്ട് അല്ലേ, പ്രവാസികളായ ഉപ്പമാരൊക്കെ ഇപ്പോൾ ഓക്കെ വീഡിയോ കോള് കുറച്ചും കൂടി അടുത്താണെന്ന് തോന്നും. പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ പെരുന്നാളിനൊക്കെ ഉപ്പാനെ ഫോൺ വിളിച്ചാൽ ഉപ്പ ചിലപ്പോഴും ഉപ്പായിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപ്പ പറയാം എന്താ, ആ കയറ്റ് കട്ടിലിൽ ഉണ്ടല്ലോ ഇങ്ങനെ അട്ടിക്കിടക്കുന്ന ആ കട്ടിലിൽ ഇല്ല മോളെ, കാരണം ആകെ കിട്ടിയൊരു ദിവസമായിരിക്കും, അതന്ന് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമായിരിക്കും. പിന്നെ എന്താഘോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക, ഒരു കുപ്പായം വാങ്ങിയിട്ടുണ്ടാവും മക്കളും ഭാര്യനെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടുള്ള ആ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടാകും. എന്നിട്ട് പറയാം എന്താ മോള് മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ, ഒന്നും ഇല്ലാണ്ടില്ലല്ലോ, ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിക്കുക. കാരണം ആ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല കാലവും യൗവനവും സ്വപ്നവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, അദ്ദേഹം അവിടെ വെച്ചിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇതൊരു സാക്രിഫൈസാണ്. ഇതിനെ ആരെങ്കിലും നെഗറ്റീവായി കണ്ടാൽ എന്താണ് അതിനെക്കുറിച്ച് പറയുക. പെണ്ണിൻ്റെ മാതൃത്വം മാത്രം ഭയങ്കര ചൂഷണം ചെയ്യാനുള്ള സാധനമാണ്. ആണിനെ കുറിച്ച് കാണാതിരിക്കുക. അദ്ദേഹം കാലങ്ങളോളം കൊണ്ട വെയിലിൻ്റെ തണലാണ് പല കുടുംബങ്ങളും എന്ത് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. സാക്രിഫൈസും കൂടി കൂടുമ്പോഴാണ് ഈ ത്യാഗങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്. ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണ്. ഇത് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നൊരു സമയം എല്ലാ ത്യാഗങ്ങളെയും അമിതമായി ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിനെ ചൂഷണം ചെയ്യുകയാണ്. അതായത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ കുട്ടികളെ മാത്രം നോക്കി പരിപാലിച്ചുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാതെ കുടുംബത്തിനകത്ത് മാത്രം നിൽക്കുക, അതൊരു എക്സ്ട്രീമിസം. മറുവശത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒന്നും നിങ്ങളെ മൊത്തം അടച്ചിടുന്ന സംവിധാനമാണ്. അത് ചിറകുയർത്തി പറക്കും, ഒന്ന് തിരിഞ്ഞു വീട് കത്തിച്ചിറങ്ങി പോകും എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമിസം. ഇതിന്റെ ഇടയിൽ ഒരു വസ്തുതീയത്ത് ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ ഒരു മധ്യമ നിലപാടുണ്ടല്ലോ. ഈ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെ ആത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ അവനവനെ
പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവനവന് വേണ്ടി ആവിഷ്കാരങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് എന്നാൽ പരസ്പരം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനമുള്ള, പരസ്പരം മവദ്ദത്തും റഹ്മത്തുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണല്ലോ ഇസ്ലാം പറയുന്നതൊക്കെ. അപ്പം ഈ ഒരു ലിബറലിസം പറഞ്ഞു വെക്കുന്ന വാദങ്ങൾ മാത്രമാണ് കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നതും അപ്പുറത്ത് പിന്നെ എല്ലാ ഒരു പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന്റെ കാരണങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേയും കൂടി നമ്മളുടെ അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ്. അതേസമയത്ത് ബാധ്യതകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് അതാണ് വിഷയമായിട്ടൊരു അടിസ്ഥാന മർമ്മമായിട്ട് ചിലത് അതിൻ്റെതായ ഒരു മനോഹാരിതയിൽ ആസ്വദിക്കുമ്പോൾ, ഇപ്പോൾ കൽപ്പറ്റ നാരായണ മാഷിൻ്റെ ഒരു കവിതയുണ്ട്, ആശ്വാസം എന്ന് പറഞ്ഞിട്ട്. അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കിടത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഒരു പറയുന്നൊരു വാക്കുണ്ട്, ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ് മാതൃത്വത്തിന്റെ മനോഹരമായ ഒരു ആവിഷ്കാരം കൂടിയാണ്. അത് തന്നെ അല്ലേ കുടുംബം. അതാണ് അത് ഇങ്ങനെയുണ്ടല്ലോ, ഞാൻ എത്തുന്നവരെ കാത്തിരിക്കാൻ പറ്റുന്ന ഒരാള്, ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാള്, ഒന്ന് വീഴുമ്പോൾ ഒന്ന് താങ്ങി നിർത്താൻ പറ്റുന്ന ഒരാള്, അങ്ങനെ ഉണ്ടല്ലോ. കാരുണ്യത്തിന്റെ, അല്ലെങ്കിൽ യാത്ര പറയുമ്പോൾ യാത്രയാക്കാൻ ഒരാള് എന്നതൊക്കെ പറയുന്ന ഒരു യന്ത്രത്തിനും ചെയ്യാൻ പറ്റൂല, മനുഷ്യനെ ചെയ്യാൻ പറ്റും. അതെ, ഈ എല്ലാ കാരുണ്യങ്ങളെയും കരുതിവെപ്പുകളെയും സ്നേഹങ്ങളെയും ചേർത്ത് വെക്കലിനെയും മനോഹരമാക്കുന്ന ഇടമാണെന്ത് കുടുംബം എന്ന്. അത് തകർക്കലല്ല ശരിക്കും. അത് എവിടെയാണോ അതിന്റെ പ്രോബ്ലംസ് ഉള്ളത് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം എന്നുള്ളതാണ് ഇസ്ലാമിക കുടുംബ സങ്കല്പത്തിൽ ഒന്നുക എന്നുള്ളതല്ലേ, ഇസ്ലാം വിഭാവന ചെയ്യുന്നതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. പിന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ മനുഷ്യരെ സൃഷ്ടിച്ചത്. നമ്മൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെയാണ് വിശ്വാസം, റബ്ബാണ് ഈ സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്, പെണ്ണിനെ, ആണിനെ, അപ്പം കുഞ്ഞുങ്ങളെ, അതിൻ്റെ വാർദ്ധക്യ സഹജമായ ഒരു സ്റ്റേജിനെ. കാരണം ഒരു മനുഷ്യനും പിന്നെ ഇപ്പം ബാല്യത്തിൽ നിന്നും, ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക്, പിന്നെ കൗമാരത്തിലേക്ക്, മധ്യവയസ്കിലേക്ക്, പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ പിന്നീട് മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക, ശൈശവത്തിലേക്ക് വളയുകയാണ്, മടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന കുറേ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റബ്ബിർഹമുമാ കമാ റബ്ബയാനി സ്വഗീറ, ചെറുപ്പത്തിൽ തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ അവരോട് എന്ത് ചെയ്യണം, അവരോട് നീ കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞാൽ പല സ്റ്റേജുകളിലും പലർക്കും പല ഡ്യൂട്ടി ഉണ്ട്. അതൊക്കെ കൂട്ടായ ഉത്തരവാദിത്തമായി ഒരു ഗ്രൂപ്പ് വർക്കായി, ഒരു ടീം വർക്കായിട്ട് ചെയ്ത് അതിനെ മനോഹരമാക്കുമ്പോൾ എല്ലാവരും ആരുടെയും സ്വപ്നങ്ങളായി ഇരിഞ്ഞു കളയുമ്പോഴല്ല, കടമ തന്നെയാണ് അത് നിർവഹിക്കേണ്ട സമയത്ത് അത് നിർവഹിക്കുക. അത് ആ സമയത്ത് പലതും ത്യജിക്കേണ്ടി വരും, പല ഇഷ്ടങ്ങളും വേണ്ട. കാരണം മാതാപിതാക്കൾ ഇപ്പുറത്തും ത്യജിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു മനുഷ്യർ രൂപപ്പെടുന്ന സമയത്ത് അവരും ത്യജിച്ചിട്ടുണ്ടായിരുന്നു, പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. അപ്പം എന്തും ഇപ്പം ആണ് വേണ്ടെന്നൊക്കെ പെണ്ണ് വേണ്ട. അപ്പം അതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഉണ്ടാകുന്ന മനോഹരമായൊരു സിസ്റ്റമാണ്. അതിൽ പലതും ഉണ്ട്. അപ്പോൾ അതിനങ്ങനെ തന്നെ എന്ത് ചെയ്യുക, ചേർത്ത് വായിക്കുകയും മനോഹരമായി കൊണ്ടുപോവുകയും ചെയ്യുക. ഒരു തണലായി നമുക്ക് രൂപപ്പെടുക എന്ന് തന്നെയാണ് അതിൽ വേണ്ടത്. ഉള്ളിലെന്തല്ല ചൂടും പുകയുമല്ല വേണ്ടത്, മറിച്ച് തണലും കുളിരുമാണ്. അതെ, തളരുകയല്ല വേണ്ടത്, തണലാണ് വേണ്ടത് എന്നതിലേക്ക് തീർച്ചയായിട്ടും നമുക്കിതിനെ കൊണ്ടുപോകാൻ സാധിക്കണം. ഏതായാലും